ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ കോമ്പറ്റീഷന് എവിടെയാണ് എന്താണ് എന്നൊക്കെ കാണിക്കാം. അപ്പോൾ ഇന്നാണ് നമ്മൾ രാവിലെ തന്നെ ബസ്സൊക്കെ പിടിച്ച് വേണം പോകാൻ. ആദ്യം ഒരു KSRTC, പിന്നെ ഓട്ടോ, അങ്ങനെയൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു KSRTC കിട്ടിയിട്ടുണ്ട്. ഇത് SNA സോണൽ ലെവലുള്ള ഒരു എഡ്യൂക്കേഷൻ കോമ്പറ്റീഷനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്. ഇവളുമാരാണെങ്കിൽ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഭയങ്കര വാചകോടിയൊക്കെ ആയിരുന്നു. അതായത് നമ്മളൊരു ഓട്ടോയൊക്കെ പിടിച്ച് നമ്മുടെ കോമ്പറ്റീഷൻ പ്ലേസിലേക്ക് പോകുന്നുണ്ട്. ഇത് മാർസ്ലീവ നഴ്സിംഗ് കോളേജ് ആണ്, പാലായിലുള്ള. അപ്പം ഇവിടെ ചെന്നപ്പോൾ ഇവിടെ നിറച്ച് പിള്ളേരുണ്ട്. അപ്പോൾ രജിസ്ട്രേഷനും പരിപാടിയൊക്കെ ഞാൻ തന്നെയാണ് ഗൈസ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ചെസ് നമ്പറൊക്കെ കിട്ടി. അപ്പോൾ എനിക്ക് 2 ഐറ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് ഫുൾ പ്രിപ്പയർ ചെയ്ത് കോളേജൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല രസമുള്ളൊരു ക്യാമ്പസ് ആയിരുന്നു. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ essay മലയാളം റൈറ്റിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നല്ല അടിപൊളിയായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ പിന്നെ വിചാരിച്ചു അവിടെ തന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ചിങ്ങനെ കഴിച്ചു. അതായിട്ട് നമ്മൾ സെക്കൻഡ് കോമ്പറ്റീഷനായിട്ടുള്ള എലക്യൂഷൻ മലയാളത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു ഗൈസ്. പക്ഷെ കുറേ ലേറ്റായി. അതുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ ടയേർഡായി. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരുത്തി വന്ന റെസിറ്റേഷൻ ഇംഗ്ലീഷിന് പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് എന്താണ്ടൊക്കെയോ പറയുന്നുണ്ട്, തെറ്റിപ്പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവളുടെ ഐറ്റത്തിന് പോയി. വീണ്ടും ഞാൻ അവിടെ കട്ട പോസ്റ്റായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് എല്ലാ വർഷവും നമുക്കിങ്ങനെ എഡ്യൂക്കേഷൻ കോമ്പറ്റീഷൻ, ആർട്സ് ഡേ കോമ്പറ്റീഷൻ ഒക്കെ പറഞ്ഞാൽ നമ്മുടെ SNAയുടെ കുറേ കോമ്പറ്റീഷൻ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം പിന്നെ നമുക്ക് വിളിച്ചു നമ്മുടെ എലക്യൂഷന് വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ ചോറൊക്കെ ഉണ്ട് അവിടെ ഇരിക്കുമായിരുന്നു. നല്ല രീതിയിൽ വിശന്ന് പിടി വിട്ടതുകൊണ്ട് ഭയങ്കര പെട്ടെന്ന് തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കുറച്ച് നേരം നമ്മുടെ ഓഡിറ്റോറിയത്തിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുമായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ അവളെ ചുമ്മാ എന്തൊക്കെയോ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ നമ്മുടെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജൂനിയർ പിള്ളേരായിരുന്നു. ഇവരൊക്കെ ഓരോ വേറെ ഐറ്റംസിലുണ്ടായിരുന്നു. രാവിലെ നല്ല കാവടി ഒളിപ്പോയതാണ്. വൈകുന്നേരം ആയപ്പോൾ നന്നായിട്ട് വേർത്തു. സക്സസ്ഫുള്ളി നമുക്കൊന്നും കിട്ടിയില്ല, പക്ഷെ ഒരാൾക്ക് കിട്ടി. അത് നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ അപ്പോൾ പറഞ്ഞ പോലെ ഇവക്കാണ് ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയത്. അപ്പോൾ ഇവള് ഓൺ സ്പോട്ടിങ് പെയിന്റിങ്ങിനാണ് ഫസ്റ്റ് ഒക്കെ കിട്ടിയത്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇവര് പറയും. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗൈസ്. ബൈ ബൈ, സ്റ്റേ ട്യൂൺ.